സംവിധായകൻ ലാൽ ജോസ്, ബെന്നി പാനിക്കുളങ്ങര എന്നിവരുടെ നേതൃത്വത്തിൽ പ്രശസ്ത ട്രാവൽ കമ്പനിയായ ബെന്നീസ് റോയൽ ടൂർസ് 32 പേരടങ്ങിയ സാഹസിക സംഘത്തെ അന്റാർട്ടിക്കയിലെ പെനിൻസുലയിൽ എത്തിച്ചു. കേരളത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഘം പര്യവേഷകർ മാത്രം സഞ്ചരിക്കുന്ന ദുർഘട കടൽപാതയായ ഡ്രേക്കോ പാസേജ് മുറിച്ചു കടന്ന് അന്റാർട്ടിക്കയിലെ പെനിൻസുലയിൽ ഇറങ്ങിയത്. കേരള ടൂറിസം ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കേരളത്തിൽ നിന്നും ആദ്യമായി 32 പേരടങ്ങുന്ന ഒരു സംഘം അന്റാർട്ടിക്കയിൽ ഇറങ്ങി 4 ദിവസം ഈ അന്റാർട്ടിക്കയിൽ ചെലവഴിച്ചു. ഈ സംഘം ലോകത്തിലെ തന്നെ ഏറ്റവും ദുർഘടമായ ഡ്രേക്ക് പാസേജ് മുറിച്ചു കടന്നുകൊണ്ടാണ് ഈ അന്റാർട്ടിക്ക പെനിൻസുലയിൽ ഇറങ്ങിയത്. ഇതിൽ 75 വയസ്സ് പ്രായമുള്ള വ്യക്തികൾ വരെ ഉണ്ടായിരുന്നു. ഇത് കേരള ടൂറിസം ചരിത്രത്തിലെ, ഒരുപക്ഷെ ഇന്ത്യ ടൂറിസം ചരിത്രത്തിലെ വളരെ അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ആ സംഘം 9 ദിവസത്തെ അന്റാർട്ടിക്ക പെനിൻസുലയിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് ഏറ്റവും സുരക്ഷിതമായി തിരിച്ചെത്തി. ഈ സന്തോഷമാണ് യാത്രാപ്രേമികളായ എല്ലാ മലയാളികൾക്കുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. അർജന്റീനയിലെ ഉഷ്വായിൽ നിന്നാണ് ഈ സാഹസിക സംഘം യാത്ര തിരിച്ചത്. 75 വയസ്സ് പ്രായമുള്ളവർ വരെ ഈ സംഘത്തിലുണ്ടായിരുന്നു. ഈ ചരിത്രയാത്രയുടെ ഓർമ്മയ്ക്കായി പെനിൻസുലയിൽ ഇന്ത്യൻ പതാക നാട്ടുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്ന് 31 പേരടങ്ങുന്ന ആദ്യത്തെ സംഘമാണ് ഈ അന്റാർട്ടിക്ക പെനിൻസുലയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. 8 രാത്രിയും 9 പകലും ചിലവഴിച്ച സംഘം ഇവിടെയുള്ള വിവിധ രാജ്യങ്ങളുടെ പര്യവേഷണ സ്ഥലങ്ങൾ സന്ദർശിച്ചു. യാത്രക്കാർക്ക് എന്നും വ്യത്യസ്തമായ യാത്രാ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ട്രാവൽ കമ്പനിയാണ് ബെന്നീസ് റോയൽ ടൂർസ്.